ഗുണ്ട് മേക്കർ അല്ലെങ്കിൽ ബോംബ് സ്റ്റാർ ആയ ധ്യാൻ ശ്രീനിവാസന്റെ 1000 കോടി കളക്ഷൻ കിട്ടിയ മലയാള സിനിമയെ ചീന ട്രോഫി OTT റിലീസ് ചെയ്യുന്നത്. സോ ഇതിലെ ധ്യാന്റെ പെർഫോമൻസ് കണ്ടിട്ട് നമ്മുടെ മണിരത്ന ആളെ നേരിട്ട് സിനിമയ്ക്ക് റിക്രൂട്ട് ചെയ്താണ്. പക്ഷെ ആള് പറഞ്ഞു എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് ചെറുകിട ഹോൾസെയിൽ റീറ്റെയിൽ പടക്ക കച്ചവടക്കാരുണ്ട്, അവരെ വിട്ടിട്ട് എനിക്ക് വരാൻ പറ്റില്ല, വന്നു കഴിഞ്ഞാൽ അവരുടെ കുടുംബം പട്ടിണിയാവുന്നു. സോ ഞാൻ വിചാരിച്ചു ഇത്തവണത്തെ ഓസ്കാറും നാഷണൽ നമ്മുടെ ഗിർ പെർഫോമൻസിൽ നമ്മുടെ കുഞ്ചാക്കോ ബോബന് കിട്ടുന്നതാണ്. പക്ഷെ കുഞ്ചാക്കോ ബോബന് വെല്ലുവിളിയായിട്ട് ധ്യാൻ വന്നിട്ട് തീ പാറുന്ന പോരാട്ടമായിരിക്കും ഇവര് തമ്മിൽ. സോ ധ്യാൻ ശ്രീനിവാസിന്റെ പടമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നവരോട് എനിക്ക് ഇത്രേ ചോദിക്കാനുള്ളൂ, നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ പടക്കമാണ് എടുക്കണമെന്ന്, ഇതിലും ഭേദം നിങ്ങൾ ഒരു പടക്കക്കട തുടങ്ങി വെച്ച് ദീപാവലിക്കോ വിഷുവിനോ കുറച്ച് ലാഭമെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ. പടക്കം എന്നൊന്നും നമുക്ക് ഈ സിനിമയെ വിളിക്കാൻ പറ്റില്ല, പടക്കം പൊട്ടുമല്ലോ, ഇത് അതുമില്ല, ഒരു നനഞ്ഞ പടക്കം എന്ന് വേണമെങ്കിൽ പറയാം. സോ ആകാശത്തിന് കീഴിൽ എല്ലാത്തിനെയും പറ്റി ധ്യാൻ ശ്രീനിവാസിന് ഭയങ്കര വിവരമാണ്, ഏട്ടൻ അങ്ങനെയാണ് അച്ഛൻ ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷെ ഒരു നല്ല സിനിമ നോക്കി എടുക്കാൻ മാത്രം ആൾക്കറിയില്ല. സോ ഈ സിനിമയിൽ എന്തൊക്കെയുണ്ട്, അവിയൽ എന്നാണ് ശരിക്കും ഈ സിനിമയ്ക്ക് പേരിടേണ്ടത്. കാരണം എന്തൊക്കെയാ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ട് ഒരു ചൈനക്കാരെയും കൊണ്ടുവന്നിട്ടൊരു പടം. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. ആമസോൺ പ്രൈമിൽ 99 രൂപ കൊടുത്ത് റെന്റിനാ വന്നിരിക്കുന്നത്. സോ എന്റെ അടുത്ത് ചോദിക്കാൻ വെച്ചാൽ ഞാൻ പറയാം, ആ 99 രൂപ കൊണ്ട് ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുത്താൽ അതിന്റെ പുണ്യെങ്കിലും കിട്ടും. നമ്മുടെ ഇൻസ്റ്റഗ്രാം വെറുപ്പിച്ച് വൈറലാക്കിയ ദോബ പാട്ടിന്റെ സിനിമ റിലീസായിട്ട് ആമസോൺ പ്രൈമിലാണ് പടം റിലീസായിരിക്കും. ഒറ്റ വേർഡിൽ ഈ സിനിമയെ പറയുന്ന ക്രാപ്പ് നല്ല വേറെ ഒന്നും പറയാനില്ല. സോ ഈ സിനിമയിലെ റൊമാൻസ് എങ്ങനെയാണെന്ന് അറിയാം, ഒരു ആണും പെണ്ണും കണ്ടുമുട്ടും, അപ്പൊ തന്നെ കെട്ടിപ്പിടിക്കും, ഉമ്മമ്മയ്ക്ക് അപ്പൊ തന്നെ അവന്റെ കൂടെ കിടക്കുകയും ചെയ്യും. ഇതാണ് റൊമാൻസ്. ശരിക്കും ബോളിവുഡ് മാറ്റിയിട്ട് നേക്കഡ് വുഡ് ആക്കേണ്ടി വരുന്നതാണ് എന്റെ ഒരു തോന്നല്. കാരണം ഒരു സിനിമയിൽ ഹോട്ട് ആൻഡ് ബോൾഡ് സീൻസ് ചിലപ്പോൾ വേണ്ടി, ഇത് എന്തോന്നറിയാം, ഹോട്ട് ആൻഡ് ബോൾഡ് സീൻസിന്റെ ഇടയിൽ ഒരു കൊച്ചു പടം. സോ ഈ സിനിമയുടെ പ്ലോട്ട് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ, തൃപ്തി ദിംറി നമ്മുടെ വിക്കി കൗശൽ ആളുടെ എക്സ് ഹസ്ബൻഡ് ആണ്. സോ ഒരു ദിവസം ഈ തൃപ്തി ദിംറി പോയിട്ട് ആ ഹോട്ടലിന്റെ ഓണറിനൊപ്പം പോയി കിടക്കും. അന്നേ ദിവസം രാത്രി തന്നെ വിക്കി കൗശലിനൊപ്പം പോയി കിടക്കും. നോക്കുമ്പോൾ പിറ്റേ ആള് പ്രഗ്നന്റ് ആയിരുന്നു. പ്രഗ്നന്റ് ആയപ്പോൾ ട്വിൻസ്, ഒരു കുട്ടി മറ്റവന്റെ, ഒരു കുട്ടി വിക്കി കൗശൽ. ഇതാണ് സിനിമയുടെ കഥ. തൃപ്തി ദിംറി ഈ കൊച്ചിന്റെ കുറെ പടങ്ങൾ ഞാൻ കണ്ടു, അതൊക്കെ കിടിലം പെർഫോമൻസ് ആയിരുന്നു. ഇപ്പൊ നാഷണൽ ക്രഷ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, വെറുപ്പിക്കൽ പറഞ്ഞ എക്സ്ട്രീം വെറുപ്പിക്കലാണ്. 10 രൂപ കൊടുത്തിട്ട് 10 എക്സ്പ്രഷൻ ഇട്ട് കൊളാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ വിക്കി കൗശലൊക്കെ എന്തിനാണ് ഇങ്ങനത്തെ ചവർ പോലത്തെ പടം ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് പോലെ ഗുഡ് ന്യൂസ് കൊണ്ട് അക്ഷയ് കുമാറിനെ വെച്ചിട്ട് പടം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് പെർഫെക്റ്റ് കാസ്റ്റിംഗ്, അതേപോലെ തന്നെ നമ്മുടെ കോമഡി ഒക്കെ കറക്റ്റ് ടൈമിങ്ങിലുള്ള സാധനമായിരുന്നു. ഇത് വെറുപ്പിക്കലിന്റെ എക്സ്ട്രീം ആണ്. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. പട്ടാപ്പകൽ മോഷണം, പട്ടാപ്പകൽ പിടിച്ചുപറി, ഇത് അതൊന്നും അല്ല. പട്ടാപ്പകൽ എന്നൊരു മലയാളം സിനിമയാണ്. സോ നിങ്ങൾക്ക് ഉറക്കം കാരണം ബുദ്ധിമുട്ടുണ്ടോ, ഉറക്കം നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നു, എന്നാൽ അതിന് പറ്റിയ മരുന്നാണ് ഈ സിനിമ. ഇത് ഭക്ഷണത്തിന് മുമ്പോ ഭക്ഷണത്തിന് പിമ്പോ, ആ പിമ്പല്ല, ഭക്ഷണത്തിന് ശേഷവും നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്തായാലും സുഖമായി കിടന്ന് ഉറങ്ങാൻ വേണ്ടി പറ്റും. സോ ഞാൻ ഈ ഒരാഴ്ചയൊക്കെ സുഖമായി കിടന്ന് ഉറങ്ങിയത് ഈ ഒരു സിനിമ കാരണമാണ്. സോ എനിക്ക് ഇങ്ങനത്തെ ഡയറക്ടർമാരോടും പ്രൊഡ്യൂസർമാരോടും ബഹുമാനമുണ്ട് ബേസിക്കലി. കാരണം അവരുടെ കാശും ചെലവാക്കിയിട്ട് നമ്മൾ ഇൻസോമേനിയ പേഷ്യൻസിനും ഉറക്കം ഇല്ലാത്തവർക്ക് ഉറക്കം തരാൻ വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെടുന്നുണ്ട്. ശരിക്കും അവരെയൊക്കെ നമ്മൾ ആദരിക്കണം, നോബൽ സമ്മാനം കൊടുത്തിട്ട് എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഈ പോസ്റ്ററിന്റെ സൈഡിലൊക്കെ സ്ലീപ്പിംഗ് പില്ലെന്ന് കൊടുത്തെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ കാണായിരുന്നു. ഈ സിനിമ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ഉണ്ട്, ഒരുത്തം വന്നു കഴിഞ്ഞിട്ട് വെറുപ്പിക്കലോ കുറെ സ്ലോ മോഷനും കുറെ ബീജിയും കുറെ കോമാളിത്തരും. എനിക്ക് 2018 ഫ്ലഡ് ഉണ്ടായപ്പോൾ പോലും ഇത്രയും ചാളി നമുക്ക് എവിടെയും കിട്ടിയിട്ടുണ്ടാവില്ല. ഈ സിനിമയുടെ പ്ലോട്ട് ഒന്നും ഞാൻ പറയില്ല, കാരണം എന്തെങ്കിലും ഒരു പ്ലോട്ട് ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. ബേസിക്കലി ഈ സൈന പ്ലേയുടെ സിനിമ അതിൽ റിലീസ് ആയെന്ന് വെച്ചാൽ ഉറപ്പിച്ചോ അത് ബോംബ് തന്നെ ആയിരിക്കും. പഴഞ്ചൻ പ്രണയം. സോ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ എനിക്കൊരു കിഡിലും ഫീൽ ഗുഡ് മൂവി ആയിട്ട് തോന്നിയ ഒരു പടമാണ്. അതായത് ഗംഭീര പടം എന്ന് പറയുന്നില്ല, 1.25 മണിക്കൂറോളം ഒരു കൊച്ചു സിനിമ, പക്ഷെ നല്ലൊരു ഫീൽ ഗുഡ് വൈബ് തരുന്ന പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ സിനിമ തുടങ്ങുമ്പോൾ വലിയ ഫീൽ ഗുഡ് വൈബും തോന്നിയില്ല. പക്ഷെ പിന്നീട് വിൻസിയും അതേപോലെ തന്നെ ഈ റോണി ഡേവിഡും തമ്മിൽ കോമ്പിനേഷൻ സീൻസ് ഉണ്ട്, അതൊക്കെ ഗംഭീരം തന്നെ. ഇപ്പൊ റൊമാൻസ് പറഞ്ഞ എല്ലാ പടത്തിലും പോലെ കെട്ടിപ്പിടിക്കലും ഉമ്മമ്മയ്ക്കലും അതൊന്നും അല്ല. ഇവർ ഭയങ്കര സട്ടിലായിട്ടുള്ള എക്സ്പ്രഷൻസും ഡയലോഗ് ഡെലിവറിയും ഒരു നോട്ടത്തിലൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കണ്ടിരിക്കാൻ. അതേപോലെ തന്നെ ഇമോഷണൽ സീൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് കണക്ട് ആവണ പോലെയൊക്കെ തോന്നും. സോ ഇതിൽ 40 വയസ്സായിട്ടും പെണ്ണ് കിട്ടാതെ നടക്കുന്ന ഒരാളാണ് നമ്മുടെ റോണി ഡേവിഡ്. സോ ആള് കുറെ പെണ്ണിനെ കാണാൻ പോണ ആർക്കും ഇങ്ങേര് പഴഞ്ചനായതുകൊണ്ട് ഇഷ്ടാവുന്നില്ല. സോ ആ സമയത്താണ് അച്ഛനെ നോക്കാൻ വേണ്ടി നമ്മുടെ വിൻസീനെ അവിടുത്തെ മെയ്ഡായിട്ട് വെക്കുന്നത്. പിന്നെ ഇവരുടെ കഥയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. ഗംഭീര പടം എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ നല്ലൊരു ഫീൽ ഗുഡ് വൈബ് തരുന്ന പടം. സൈന പ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്നുണ്ട്. യൂഷ്വലി ഈ സൈന പ്ലേയിൽ വരുന്നതൊക്കെ ചവറായിരിക്കും, പക്ഷെ ഇത് നല്ലൊരു പടം. സ്ത്രീ യൂണിവേഴ്സിലെ പടങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ സ്ത്രീ പോലത്തെ പടങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു പടമാണ് മുഞ്ചിയ. Disney+ ഹോട്ട്സ്റ്റാറിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. സോ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, എങ്ങനെ ഇവർ ഇങ്ങനത്തെ പടമൊക്കെ എടുക്കണം, ഇങ്ങനത്തെ ഐഡിയ ഒക്കെ എങ്ങനെ ഇവർക്ക് വരുന്നതാണ്. നമ്മുടെ സൗത്തിലൊക്കെ ഹൊറക്കോം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പഴഞ്ചൻ ഒരു ബംഗ്ലാവ് ഉണ്ടാവും, അവിടെ ഒരു പ്രേതം ഉണ്ടാവും, അതിന്റെ വക കുറെ വെറുപ്പിക്കലും ചളികളും. പക്ഷെ ഇതിൽ കോമഡി, ഇമോഷണൽ സീൻസ്, അതുപോലെ റൊമാൻസ് എല്ലാം പെർഫെക്റ്റ് റേഷ്യോയിലാണ്. കിട്ടിലം പടമായിട്ടാണ് എനിക്ക് ബേസിക്കലി തോന്നിയത്. അപ്പൊ നിങ്ങൾക്ക് ഈ സ്ത്രീ പോലത്തെ പടങ്ങളൊക്കെ ഇഷ്ടമാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. യങ്സ്റ്റേഴ്സ് ആണ് കൂടുതൽ അഭിനയിച്ചത്, പക്ഷെ എല്ലാവരും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കുറച്ച് ക്യാമിയോസ് ഉണ്ട്. സോ നിങ്ങൾ സ്ത്രീ യൂണിവേഴ്സിറ്റി ഇന്നേ വരെ ഒരു പടം കണ്ടിട്ടില്ല വെച്ചാൽ ആദ്യം സ്ത്രീ കാണാം, പിന്നെ ബേഡിയെ കാണാം, പിന്നെ മൂഞ്ചിയെ കാണാം, ദെൻ സ്ത്രീ 2 കാണാം.
ട്രൈ ഇറ്റ് ഔട്ട്. സ്വകാര്യം സംഭവബഹുലം. സോ മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്ത ഏറ്റവും പുതിയൊരു മലയാള സിനിമയാണ് സ്വകാര്യം സംഭവബഹുലം. സോ ഈ സിനിമയിൽ ആകെയുള്ള ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത് ഷെല്ലി കിഷോറിന്റെയും ജിയോ ബേബിയുടെ ഒരു കെമിസ്ട്രി ഉണ്ട്, റൊമാൻസ് സീൻസ് ഒക്കെ ഗംഭീരം തന്നെ പറയാം. അത് മാത്രമേ ഈ സിനിമയിൽ ആകെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൂ. സോ നമ്മൾ ഈ ഉമ്മമ്മയ്ക്കലും കെട്ടിപ്പിടിക്കലും അങ്ങനത്തെ റൊമാൻസ് അല്ല, ഭയങ്കര സട്ടിലായിട്ട് കുറച്ച് മൈന്യൂട്ട് ആയിട്ട് എക്സ്പ്രഷനിൽ വരെ അവർ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്ന പോലെ നമുക്ക് തോന്നും. നല്ല രസമുണ്ടായിരുന്നു അവരുടെ റൊമാൻസ് കണ്ടിരിക്കാൻ. ആ പ്ലോട്ട് തന്നെ ഒന്നും കൂടി നന്നായി എക്സ്പാൻഡ് ചെയ്തിട്ട് കിടിലം പടമായിരുന്നു. അതിന്റെ ഇടയിൽ ഇവർ വല്ല ദൃശ്യത്തിന്റെ എന്തൊക്കെയോ സാധനം കൊണ്ടുവന്നു, ദൃശ്യം സിനിമ പോലെ ആക്കാൻ നോക്കി, കുറച്ച് റേപ്പിന്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊളാക്കി എന്ന് തന്നെ പറയാം. സോ മനോരമ മാക്സിൽ ഈ സിനിമ അവൈലബിൾ ആണ്. ABCD സിനിമയിൽ നമ്മുടെ ദുൽഖറിനെ നന്നാക്കാൻ വേണ്ടി ദുൽഖറിന്റെ അച്ഛൻ നാട്ടിക്ക് വിടുമല്ലോ, ഈ ക്രെഡിറ്റ് കാർഡ്സും ലക്ഷറി ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേ പ്ലോട്ടിൽ ഒരു ഹിന്ദിയിൽ ഒരു സീരീസ് ഇറങ്ങിയിട്ടുണ്ട്, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്ത ലൈഫ് ഹിൽഗൈ എന്നുള്ള ഒരു സീരീസ് ആണ്. സോ ഇതിലും എങ്ങനെ തന്നെയാണ് വെച്ചാൽ നമ്മുടെ നായകനും നായകന്റെ സിസ്റ്ററും കൂടി ഉത്തരാഖണ്ഡിലുള്ള ഇവരുടെ ഗ്രാൻഡ് പേടെ ഒരു 4-star ഹോട്ടലിലോട്ട് വരും. ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഹോട്ടലാണ്. അപ്പൊ അത് നന്നായിട്ട് ആര് മെയിൻറ്റെയിൻ ചെയ്യണോ അവർക്ക് എന്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ എഴുതി കൊടുക്കുന്നു മൂപ്പര് പറയാം. അപ്പൊ അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് ടാസ്കും കാര്യങ്ങളൊക്കെയാണ്. 6 എപ്പിസോഡിന്റെ ഒരു സീരീസ് ആണ്. ഇത് ആദ്യത്തെ 2 എപ്പിസോഡ് കാണാൻ ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾക്ക് IAS വേണമെങ്കിൽ എഴുതിയെടുക്കാം. പിന്നത്തെ 2 എപ്പിസോഡ് അടിപൊളിയാണ്. സോ ഒരു ആവറേജ് സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാ സീരീസും സിനിമയിലും ഒരു പ്ലോട്ട് ഉണ്ടാവില്ല, ഇതിലത്തെ നായിക തന്നെയാണ് ആ പ്ലോട്ട്. കിടിലം ലുക്കും കിടിലം പെർഫോമൻസും ആണ്. സോ വലിയ എക്സ്പെക്ടേഷനും ഇല്ലാതെ സമയം പോവാതിരിക്കാൻ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന സീരീസാണ് ലൈഫ് ഹിൽഗൈ. ട്രൈ ഇറ്റ് ഔട്ട്.